ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മളെ വണ്ടിക്ക് ഹാൻഡിൽ ബാർ ലൈറ്റ് വെക്കാൻ പോയാൽ കേട്ടോ. നല്ല കിട്ടില്ല ഹാൻഡിൽ ബാർ ലൈറ്റ് ആണ്, വിത്ത് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടുക. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഹാൻഡിൽ ലൈറ്റ് കേട്ടോ. അപ്പോൾ 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഞാനിത് ഓട്ടോമൊബൈലിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡ് ബ്ലൂ, റെഡ് ബ്ലൂ അല്ല അത്. ഓക്കെ, ഇത് നമ്മളെ വൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു കളറുമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഫുൾ ടൈം വൈറ്റ് കത്തും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഈ സൈഡിലേക്ക് ഇടുന്നത് ആ സൈഡിൽ നമ്മളെ ഓറഞ്ച് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടും ലെഫ്റ്റും റൈറ്റും നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് പാക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല കിട്ടില്ല ലൈറ്റാണ്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടി മെറ്റലാണെന്ന് തോന്നുന്നു. ഓക്കെ, നെട്ടും ബോൾട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വയറ് ഇപ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇത് ഹൈറ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വയറ്. അതായത് നമുക്ക് എന്തായാലും കണക്ഷൻ കൊടുക്കാനൊക്കെ പറ്റും. ഒരു ചെറിയ വയറിലാട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ 3 വയർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്. അപ്പോൾ ആ വെള്ള വയർ വെച്ചാൽ അത് ഒരു ലൈറ്റിൻ്റെ വയറും, അതുപോലെ തന്നെ മറ്റേത് നമ്മളെ സാധാരണ മറ്റേ ലൈറ്റിൻ്റെ വയറും, പിന്നെ കോമൺ അതായത് നമ്മുടെ നെഗറ്റീവ്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഞാനൊരു ബാറ്ററി ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു 12 വോൾട്ട് ബാറ്ററി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ നെഗറ്റീവ് നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുക. ഓക്കെ, കണ്ട, ഇത് നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വൈറ്റ് ലൈറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് കൊള്ളുന്നില്ല ഗൈസ്. ഓക്കെ, കണ്ട, ഇത് നമ്മളെ വൈറ്റ് ലൈറ്റ് ആണ്. കണ്ട, വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി, ആക്ടിവ 3G ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ സൈഡ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പണി. നമ്മൾ ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഫ്രണ്ട് ആ ഒരു പാനലങ്ങ് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോൾ അടിക്കണം. ജസ്റ്റ് ഞാൻ ഹോള് അടിക്കാൻ പോയാണ്. ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു ഹോൾ അടിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇതിൽ കൂടി വയർ കൊണ്ടുവരാൻ കേട്ടോ. അതും ഇതിൽ കൂടെ വയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ഹോൾ അടിക്കാനുണ്ട്. കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഹോൾ അടിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഡ്രില്ല് ഉപയോഗിക്കാൻ അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിറ്റ് എന്ന് വെച്ചാൽ നോർമൽ ബിറ്റാണ്, അതായത് നമ്മളെ ചുമര് തുറക്കുന്ന ബിറ്റാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് മെറ്റൽ അടിക്കുന്ന ബിറ്റ് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അടിച്ചത്. പക്ഷേ ഇതിട്ട് അടിക്കാൻ പാടില്ല, കാരണം ഒരു ബിറ്റ് ഓൾറെഡി പോയി കേട്ടോ. എന്നുവെച്ചാൽ ഇത് ചൂടായി എന്താ പറയുക, കത്തിപ്പോവും. അപ്പോൾ ഞാൻ പകുതി ഡ്രില്ലോ അടിച്ചു, പിന്നെ അങ്ങനെ തട്ടി മുട്ടിയൊക്കെയാണ് ഹോൾ അടിച്ചത്. അപ്പോൾ മെറ്റൽ അടിക്കുന്ന ബിറ്റ് തന്നെ എടുത്ത് അടിക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ബിറ്റ് കംപ്ലൈൻ്റ് ആവും, ഓവർ ചൂടാവും കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അത്. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ, ഇത് ഹിൽറ്റി എന്നല്ല കേട്ടോ, സാധാരണ ഡ്രില്ലാണ്. നമ്മൾ ചാനൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഡ്രില്ലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പവർ ജസ്റ്റ് ഇങ്ങനെ കണ്ടോളൂ. നമ്മൾ അതിൽ നമ്മൾ എന്താ പറയുക, മെറ്റലിന് ഹോൾ അടിച്ചില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് അടിക്കുന്നത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വിറ്റ് തന്നെ വെച്ച് അടിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിച്ച് ഹോൾഡ് ആക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് പണിയില്ല പരിപാടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹോളും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അടിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വെള്ളത്തൊക്കെ മുക്കുക, എന്നിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക. പിന്നെ ഗ്രൈൻഡർ ഉണ്ടോ, ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ഹാൻഡിൽ മൊത്തം കട്ട് ചെയ്യരുത്, പണിയാവും. ഓക്കെ, ജസ്റ്റ് നമ്മൾ അത് കട്ട് ചെയ്ത് ആദ്യം ഹോളാക്കാം കേട്ടോ. ഹോളാക്കി നമുക്ക് ഇവിടെ ഒരു ഫൈബറിൻ്റെ ഒരു സംഭവം കിട്ടും. ഓക്കെ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. ഫൈബറാണോ പ്ലാസ്റ്റിക് ആണോ അറിയില്ല, നല്ല കട്ടിയുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കുത്തി ഹോൾ ഉണ്ടാക്കുക കേട്ടോ. നല്ല രീതിയിൽ ഹോൾ ഉണ്ടാക്കുക. അതായത് നമ്മളെ ആ ഒരു അതിൻ്റെ നെട്ടും ബോൾട്ട് ആ സംഭവം ഉണ്ടല്ലോ, ആ സാധനം ടൈറ്റ് ആണോ അതൊക്കെ. അതിൻ്റെ റബ്ബറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു സംഭവം ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളെ ബ്രേക്ക് കേബിളാണ്. ഓക്കെ, സോറി, യെസ്, ബ്രേക്ക് കേബിളല്ല, മീറ്റർ കേബിളാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഒരു കമ്പിയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിതിലേക്ക് വയർ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഈ ഹോളിലെ കൂടി ഒരു സാധനം കടത്തി വിടാം കേട്ടോ. പിന്നെ വയറിങ് സ്പ്രിങ് ഉണ്ടെങ്കിൽ
നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഈ സാധനം ഉപയോഗിച്ചാണ്. ഇത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഭാഗത്തെ കൂടി ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മളെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് ജസ്റ്റ് നമുക്ക് ടാപ്പ് അടിച്ച് വെക്കാം കേട്ടോ. വേണ്ട, ഇത് ഒരു സൈഡത്തെ ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സൈഡ് വേണം വെക്കാം കേട്ടോ. ആ ലൈറ്റിന് ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണെന്നില്ല, ഈ സൈഡ് വേണം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, ഈ ഒരു സാധനം ഇങ്ങനെ പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും, ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ അത് നമുക്ക് MC-ലിട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, കാരണം വെച്ചാൽ അതിൽ വെള്ളം കയറും, അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡത്തും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കാണാൻ പറ്റും, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, വേണ്ട, ഇപ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ, കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ട്. കാരണം MC-ലിട്ടാൽ ലുക്ക് പോവും, പക്ഷേ നമുക്ക് ഇടാതെ വേറെ രക്ഷയില്ല. കാരണം വെച്ചാൽ അതിൽ വെള്ളം കയറും. ഓക്കെ, വെള്ളം കയറി കഴിഞ്ഞാൽ പണിയാവും, നമ്മളെ ഹാൻഡിലിൻ്റെ ഉള്ളോട്ട് വെള്ളം ഇറങ്ങും. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ക്ലിപ്പ് എന്ന് പറയുന്നത്. ആ ക്ലിപ്പ് ജസ്റ്റ് അതിന് ഊരിയെടുക്കുക. അതിനുശേഷം ഈ രണ്ട് വയർ നമ്മളെ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ്. അത് ഈ ക്ലിപ്പിലേക്ക് വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് സിമ്പിൾ സംഭവമാണ്. അതേപോലെയാണ് അടുത്തതും ചെയ്യേണ്ടത്. ഇതേപോലെ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അത് ക്ലിപ്പ് ചെയ്ത് തന്നിട്ട് നമ്മൾ ജസ്റ്റ് വയർ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഡയറക്റ്റ് ഇത് ഓൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇൻഡിക്കേറ്റർ ഡയറക്റ്റ് വർക്ക് ചെയ്യും. കീ ഓൺ ചെയ്യണം കേട്ടോ, കീ ഓൺ ചെയ്ത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ വൈറ്റ് ലൈറ്റ് അതിൻ്റെ കണക്ഷൻ നോക്കാം. അതിൻ്റെ വയറാണ് ഈ വെള്ള വയർ. ഇത് രണ്ടും കൂടി നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നേരെ അത് അതിനൊരു വേറൊരു വയറും കൂടി നമ്മൾ ജോയിൻ്റ് അടിച്ച് നേരെ ഈ ഒരു സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചോക്ക് ടൈപ്പ് സ്വിച്ചാണ്. ഓക്കെ, ആ സ്വിച്ച് ഡയറക്റ്റ് ബാറ്ററി കൊടുക്കരുത്. ഓക്കെ, അത് നമ്മുടെ ഇഗ്നേഷൻ വഴിയാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ജോയിൻ്റ് അടിച്ച വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കണക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്ത വയർ. കണ്ട, ഈ വയറാണ് സ്വിച്ചിലേക്ക് കൊടുത്തത്. അത് നമ്മൾ മുകളിൽ നിന്ന് വരുന്ന വയറാണ്. സ്വിച്ചിൻ്റെ ഒരു ടെർമിനൽ കൊടുക്കുക, അടുത്ത വയർ നമ്മൾ നേരെ ബാറ്ററീൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നേരെ ബാറ്ററിയിലെ പോസിറ്റീവിലേക്ക് കൊടുക്കുക കേട്ടോ. ഇതുവരെ കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇഗ്നേഷത്തിന്, അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ലൈറ്റ് കത്തും കേട്ടോ. ഇഗ്നേഷത്തിൻ്റെ വയർ, അതായത് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ ഇതിൻ്റെ വയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വയർ ഇത് നമ്മൾ മുമ്പുണ്ടായ ലൈറ്റിൻ്റെ വയറാണ് കേട്ടോ, അത് നമ്മൾ ഒഴിവാക്കാം. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു വയറുണ്ടോ, ഇതാണ് നമ്മളെ ഇഗ്നേഷത്തിന് വരുന്ന വയർ. കണ്ട, നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് നേരെ എടുത്ത് നമ്മളെ ഇതിലേക്ക് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സംഭവം സെറ്റാണ്. ഓക്കെ, അപ്പോൾ സംഭവം സിമ്പിളാണ്. നമ്മളിവിടെ ഗ്ലൂ ഗൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ഗ്ലൂ ഗൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ MC-യിൽ ഇടാനുണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ MC-യിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഒരു സംഭവം വർക്കിംഗ് ആയി. കണ്ട, ഇൻഡിക്കേറ്ററും ഇപ്പോൾ നല്ല രസമാണ് കാണാൻ. അത് നമ്മൾ വൈറ്റ് ലൈറ്റ് രണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ട്, കത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏതായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും വർക്കിംഗ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് നോക്കാം. ഓക്കെ, അതും സെറ്റാണ്. ഓക്കെ, പിന്നെ രാത്രി നമ്മളത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെ ആ ഒരു വൈറ്റ് ലൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഇത് ജസ്റ്റ് വൈറ്റ്, എനിക്ക് വൈറ്റേ കിട്ടിയില്ല കേട്ടോ, വേറെ കളർ ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ വെച്ചാൽ എത്ര പവർ ഉണ്ടായില്ല കേട്ടോ. വൈറ്റ് നല്ല പവറാണ്, കാരണം റോഡിലേക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു കേട്ടോ. വേണ്ട, ഇതിപ്പോൾ നമ്മൾ രാത്രി എടുത്തൊരു ഷോട്ടാണ്. നല്ല അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ 4 ഇൻഡിക്കേറ്റർ ഇല്ല. 4 ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കാണാൻ. ഓക്കെ, രണ്ട് സംഭവം നമ്മൾ ഒഴിവാക്കും കേട്ടോ ലൈറ്റ്. അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അത് നമ്മളെ വൈറ്റ് ലൈറ്റ് കണ്ട, അത് ഞാൻ പറഞ്ഞ റോഡിലേക്ക് അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര പവറാണ്. കാരണം അങ്ങനെ ആർക്ക് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഹൈ പവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാൻഡിൽ ബാർ ലൈറ്റ് എങ്ങനെയായിരുന്നു? നല്ല അടിപൊളി ലൈറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് വൈറ്റ് ലൈറ്റ് ആണ്. നമുക്ക് റെഡോ അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ ആണ് കുറച്ചും കൂടി നല്ല ഒരു രസം ഉണ്ടാവും കാണാൻ. കാരണം വെച്ചാൽ വൈറ്റ് ആണ്, നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് രാത്രി ഇട്ടിട്ട് പോകുമ്പോൾ നല്ല ബ്രൈറ്റ് റോഡിലേക്ക് അടിക്കുന്നുണ്ട്. മറ്റുള്ള ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ
ഞാൻ ലൈറ്റ് ഇടുന്നില്ല കേട്ടോ. ഇൻഡിക്കേറ്റർ നല്ല രസമാണ് സൈഡിൽ കട്ടുന്ന കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.